വയനാട്ടിൽ UDF ഹർത്താലിനിടെ വാഹനങ്ങൾ തടയുകയാണ്. കൽപ്പറ്റയിൽ UDF പ്രവർത്തകരും യാത്രക്കാരുമായിട്ട് കുറച്ച് വാക്കേറ്റമുണ്ടായി. സ്ഥലത്ത് വൻ പോലീസ് സന്നാഹത്തെ നിയോഗിച്ചു കഴിഞ്ഞു. തുടർച്ചയായ വന്യജീവി ആക്രമണങ്ങൾ പ്രതിഷേധിച്ചാണ് UDFന്റെ ഹർത്താൽ. ഷഹദ് റഹ്മാനും അതുപോലെ സുർജിത് അയ്യപ്പനും തത്സമയം ചേരുന്നു. കൽപ്പറ്റയിലാണ് ഷഹദ് ഉള്ളത്. ഷഹദ്, പറയൂ. എസ്കാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അതായത് വാഹനങ്ങളൊക്കെ തന്നെ തടഞ്ഞ് ഹർത്താൽ അനുകൂലികൾ മുന്നോട്ട് പോവുകയാണ്. നമ്മൾ നിൽക്കുന്നത് കൽപ്പറ്റ ജംഗ്ഷനിലാണ്. ഇവിടെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ വാഹനങ്ങളൊക്കെ തടഞ്ഞിട്ടിരിക്കുന്നത് ഹർത്താൽ അനുകൂലികൾ. എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞ് അവർ മുദ്രാവാക്യമൊക്കെ വിളിച്ച് അല്ലെങ്കിൽ ഇത്തരത്തിൽ പോലീസിൻ്റെയും അതുപോലെ തന്നെ ഈ വാഹനയാത്രക്കാരുടെയൊക്കെ റിക്വസ്റ്റ് വരുന്ന ഘട്ടത്തിൽ പിന്നീട് അവരെ വിടുന്നതാണ് ഇപ്പോൾ നിലവിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അത്തരത്തിലാണ് ഇപ്പോൾ വാഹനങ്ങൾ ഇവിടെ പിടിച്ചിട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ KSRTC വാഹനങ്ങളൊക്കെ ദൂരഭാഗങ്ങളിൽ നിന്നും വരുന്ന KSRTC ബസ്സുകളാണ് പ്രധാനമായിട്ടും തടഞ്ഞിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ലോക്കൽ സർവീസ് ബസ്സുകളെ ഒന്നും തന്നെ ഇതുവരെ ഓടാൻ അനുവദിച്ചിട്ടില്ല. മാത്രമല്ല അങ്ങനെ ദൂര ഇടങ്ങളിൽ നിന്ന് വരുന്ന KSRTC ബസ്സുകളോട് ഇനി തിരിച്ച് ഇങ്ങോട്ട് വരരുത് എന്നൊരു നിർദ്ദേശം കൂടി നൽകുന്നുണ്ട്. അതേസമയം വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഈ സമരവുമായിട്ട് സഹകരിക്കുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും നിലവിലെ സാഹചര്യത്തിൽ നഗരത്തിൽ ഒരു കടകളും തുറന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ചില സ്വകാര്യ വാഹനങ്ങളൊക്കെ നിരത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ മറ്റിടങ്ങളിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ ഇപ്പം ബസ് അതുപോലെ തന്നെ ഇത്തരത്തിൽ ചരക്ക് വാഹനങ്ങളൊക്കെ തന്നെ എന്തായാലും സമരാനുകൂലികൾ ഇടപെട്ട് ഇപ്പോൾ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. രാവിലെ വലിയ രീതിയിലുള്ള സംഘർഷമൊക്കെ ഉണ്ടായിരുന്നു ലക്കിടിയിൽ. ഈ 11 മണിയോടുകൂടിയായിരിക്കും UDFന്റെ നേതൃത്വത്തിൽ ഇവിടെ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടക്കുക എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ നമ്മൾ ഇവരുമായി സംസാരിക്കുന്ന ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതൊരു വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനം തന്നെയായിരിക്കും. പക്ഷേ ഈ ഏറ്റവും പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതായത് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇതിനോട് സഹകരിക്കില്ല എന്ന് പറയുമെങ്കിൽ പോലും ഇതുവരെ അവര് കടകളൊന്നും തുറന്നില്ല. ഏത് ഭാഗത്തുനിന്നാ? ആന്ധ്രയെന്നാണോ? സമരമുള്ളത് അറിയരുത് ഹർത്താൽ അറിയുന്നില്ല. ഇത്തരത്തിൽ ഹർത്താലാണെന്ന് അറിയാതെ വന്നു പെടുന്ന കുറച്ച് ആളുകളും ഉണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ എന്തായാലും വാഹനങ്ങളൊക്കെ തടയുന്നുണ്ട്. ഹർത്താൽ ഇവിടെ പുരോഗമിക്കുകയാണ്. ഓക്കെ, ഇനി മേപ്പാടിയിൽ നിന്ന് സുർജിത് അയ്യപ്പത്ത് വിളിച്ചിരുന്നു. സുർജിത്ത്, മേപ്പാടിയിലെ അവസ്ഥ എങ്ങനെയാണ്? SKN മേപ്പാടിയിലെ സ്ഥിതി എന്ന് പറയുന്നത് ഇപ്പോൾ പൂർണ്ണമായും ഈ വാഹന ഗതാഗതത്തിന് തുറന്നു കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. UDF പ്രവർത്തകരാണ്, മുസ്ലിം ലീഗ് പ്രവർത്തകരും ഒപ്പം തന്നെ കോൺഗ്രസ് പ്രവർത്തകരുമാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. പൂർണ്ണമായും ഒരു മണിക്കൂറോളം ഗതാഗതം വിവിധ ഘട്ടങ്ങളിലായിട്ടാണ് തുറന്ന് വിടാൻ വേണ്ടി അവർ തയ്യാറായിട്ടുള്ളത്. അതായത് ഒരു 10 മിനിറ്റൊക്കെ വാഹനങ്ങൾ ഇവിടെ നിർത്തി വെച്ച ഒരു അനുഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പൂർണ്ണമായും ഗതാഗതം പുനഃസ്ഥാപിക്കുന്ന നിലപാടാണ് ഉണ്ടായിട്ടുള്ളത്. മേപ്പാടിയിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങൾ പ്രധാനമായും അന്തർ സംസ്ഥാന വാഹനങ്ങൾ ഉൾപ്പെടെയുണ്ട്. പ്രത്യേകിച്ച് ഊട്ടിയിലേക്കെല്ലാം പോകുന്ന വഴി, വടുവൽ വഴിയൊക്കെ ഊട്ടിയിലേക്കെല്ലാം പോകുന്ന ആ വഴിയാണ്. ആ മേഖലയിലാണ് ഇത്തരത്തിൽ ഗതാഗത തടസ്സം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് UDF പ്രവർത്തകർ എത്തിയത്. മേപ്പാടി മേഖലയിലും വൈത്തിരി മേഖലയിലും എല്ലാം തന്നെ പൂർണ്ണമായും കടകൾ അടഞ്ഞു കിടക്കുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇതിനോട് ഇത്തരത്തിൽ ഈ ഹർത്താലുമായി സഹകരിക്കില്ല, കടകൾ തുറന്ന് പ്രവർത്തിക്കുമെന്നുള്ള നിലപാട് പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ഈ ഹർത്താലിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. പൂർണ്ണമായും കടകൾ സ്തംഭിക്കുന്ന അവസ്ഥയിലേക്ക്, കടകൾ അടയ്ക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയതാണ്. പോലീസ് സംഘം ഇവിടെ ക്യാമ്പ് ചെയ്ത് നിൽക്കുന്നുണ്ട്. പോലീസ് സംഘം നമുക്കിവിടെ ക്യാമ്പ് ചെയ്ത് നിൽക്കുന്നത് കാണാനും കഴിയുന്നുണ്ട്. 2 ജീപ്പിലായിട്ടാണ് പ്രവർത്തകരെ ഇവിടെ നിന്നും കൊണ്ടുപോയിരിക്കുന്നത്. രാവിലെ വൈത്തിരിയിൽ നിന്നും പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇതിനുശേഷം ആൾജാമ്യത്തിൽ വിട്ടു. ആ പ്രവർത്തകർ പ്രകടനം നടത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ഈ രംഗം ഇവിടെ പൂർണ്ണമായും ശാന്തമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. പോലീസ് സന്നാഹം ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഈ ജംഗ്ഷനിലായിരുന്നു അല്പസമയം ഉപരോധിച്ചത്. അതായത് 1 മണിക്കൂറോളം ഉപരോധം നടന്നിട്ടുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ വാഹനങ്ങൾ കൃത്യമായ രീതിയിൽ തന്നെ ഇവിടെ പോകുന്നുണ്ട്. പൂർണ്ണമായും പ്രവർത്തകരെ ഇവിടെ നിന്ന് ഒഴിപ്പിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. കടകൾ പൂർണ്ണമായും അടഞ്ഞു കിടക്കുന്ന അവസ്ഥയാണ് ഉള്ളത്. SKN. ഓക്കെ, താങ്ക് യു സുർജിത്.